CPM-ന് പുതിയ മുഖം നൽകിയിരിക്കുകയാണ് കണ്ണൂരിൽ. കണ്ണൂരിലെ പാർട്ടിയെ ഇനി നയിക്കുക ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ വന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ്, മുൻ MP. അദ്ദേഹത്തെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയോഗിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായി അറിയപ്പെടുന്ന രാഗേഷിൻ്റെ സ്ഥാനാരോഹണത്തിന് സാക്ഷാൽ മുഖ്യൻ തന്നെ കണ്ണൂരിലെത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിലാണ് KK രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തീരുമാനിച്ചത്. കഴിഞ്ഞ 3 കൊല്ലമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അധികാര കേന്ദ്രമായി പ്രവർത്തിച്ച, ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന KK രാഗേഷ് ഇനി കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിക്കും. CPM എന്ന് പറഞ്ഞാൽ അത് കണ്ണൂർ പാർട്ടിയാണ് എന്ന ആരോപണം വളരെ കാലമായി സജീവമാണ്. കാരണം കണ്ണൂരിൽ നിന്നാണ് PB അംഗങ്ങളായാലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായാലും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായാലും മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും എല്ലാം കണ്ണൂരുകാരാണ്. അപ്പോൾ അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് KK രാഗേഷിനെ സെക്രട്ടറി ആക്കിക്കൊണ്ട് കണ്ണൂർ പാർട്ടിക്ക് പുതിയ മുഖം നൽകാനുള്ള CPM-ൻ്റെ തീരുമാനം. മുൻ MLA TV രാജേഷിൻ്റെയും പ്രകാശൻ മാസ്റ്ററുടെയും ഒക്കെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നത്. KPR ഗോപാലനിൽ തുടങ്ങി ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന KPR ഗോപാലൻ, അതുപോലെ പിണറായി വിജയൻ, അതിനു മുമ്പ് MVR, കോടിയേരി ബാലകൃഷ്ണൻ, അങ്ങനെ പ്രമുഖരെല്ലാം സെക്രട്ടറി ആയിരുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവർ പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംസ്ഥാന സെക്രട്ടറിയായോ മുഖ്യമന്ത്രിമാരായോ വന്നതാണ് ചരിത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയോഗമാണ് രാഗേഷ് ഏറ്റെടുത്തിരിക്കുന്നത്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച ആളാണ് KK രാഗേഷ്. KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച കാലത്ത് ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മാറുന്നു എന്ന് കണ്ടപ്പോൾ പല IASകാരും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമർഥ്യത്തെയും ഊർജ്ജസ്വലതയെയും എല്ലാം കുറിച്ച് പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലും മറ്റും ഇടുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഈ യോഗത്തിൽ പങ്കെടുത്തത് മനസ്സിലാക്കാം. പക്ഷേ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന യോഗത്തിൽ എത്തിയത് സാന്ദർഭികമാണ്, യാദൃച്ഛികമാണ് എന്ന് കരുതാൻ വയ്യ. അപ്പോൾ CPM-ൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ കാലയളവിൽ മൂന്നാമതും LDF ഭരണത്തിലെത്തും, അതിന് പിണറായി തന്നെ നേതൃത്വം നൽകും എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ കണ്ണൂരിലെ ഈ നേതൃത്വ മാറ്റം P ജയരാജനെ പോലെയുള്ള നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടാണ്. കാരണം MV ജയരാജനായിരുന്നു സെക്രട്ടറി. വടകരയിൽ P ജയരാജൻ മത്സരത്തിന് K മുരളീധരനോട് മത്സരത്തിനിറങ്ങിയ സന്ദർഭത്തിലാണ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് P ജയരാജൻ അങ്ങോട്ട് പോയത്. ആ സമയത്താണ് MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എത്തി സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാറുമെന്നാണ് സൂചനകൾ. എന്തുതന്നെയായാലും P ജയരാജൻ എന്ന് പറയുന്ന ജനകീയ നേതാവിനെ അവഗണിച്ചുകൊണ്ടുള്ള ഈ തീരുമാനം കണ്ണൂർ രാഷ്ട്രീയത്തിൽ, കണ്ണൂരിലെ CPM-ൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പാണ്. ഇപ്പോൾ തന്നെ EP ജയരാജനും P ജയരാജനും MV ജയരാജനും പല ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു അധികാര കേന്ദ്രമായി ശക്തനായ നേതാവായി പാർട്ടിയെ നയിക്കാൻ
കെ രാഗേഷിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം കണ്ണൂർ CPM-ൻ്റെ ഉറച്ച കേന്ദ്രമാണ്. ഇന്ത്യയിൽ തന്നെ CPM-ന് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ശക്തി കേന്ദ്രമാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂർ പാർട്ടിയെ ആര് നയിക്കണം എന്ന് തീരുമാനം എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് ഒരു ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വിശ്വാസത്തോടെ അയച്ച് ആ തീരുമാനം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയത്? അപ്പോൾ താൻ തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ, തനിക്ക് വേണ്ടപ്പെട്ടവരെ ഏത് അധികാര സ്ഥാനത്തും താൻ തന്നെ അവരോധിക്കും എന്ന അദ്ദേഹത്തിൻ്റെ ശാഠ്യം അതുതന്നെയാണ് കണ്ണൂരിൽ കെ രാഗേഷിൻ്റെ നിയോഗത്തിന് വഴിവെച്ചിരിക്കുന്നത്.